തൃശൂരിൽ വീണ്ടും കാട്ടാന ആക്രമണം. തുമ്പൂർ മുഴിയിൽ കാട്ടാന കാർ ആക്രമിച്ചു. അതിരപ്പിള്ളിയിലേക്ക് പോയിരുന്ന മലപ്പുറം സ്വദേശികളുടെ കാറാണ് ആക്രമിച്ചത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചെയ്യുന്നുണ്ട്. അനീഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം? കാറിൽ ആളുകൾ ഉണ്ടായിരുന്നോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രാവിലെ 7 മണിയോടെയാണ് തുമ്പൂർ മുഴിയിൽ വെച്ചാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. കാറിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, അവരുൾപ്പെടെ ഉണ്ട്. ഇവർ പോകുന്ന വഴിയിൽ തുമ്പൂർ മുഴിയിൽ എത്തിക്കും. അതിരപ്പള്ളിയിലേക്ക് പോവുകയായിരുന്നു ഇവർ. മലപ്പുറത്തു നിന്നുള്ള ആളുകളാണ്. തുമ്പൂർ മുഴിയിൽ എത്തിയപ്പോൾ കാറിന് മുന്നിൽ ഒരു കാട്ടാനയെ കണ്ടു. ഇതോടെ ഇവർ കാർ നിർത്തി. ഇവർ തന്നെ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഈ മുന്നിലെ കണ്ട ആന കാറിന്റെ അടുത്തേക്ക് നടന്നു വരുന്നതിനിടെ പുറകിലൂടെ വന്ന മറ്റൊരു കാട്ടാന കാറിൽ കുത്തുകയായിരുന്നു. ഇതോടെ ഇവർ പേടിച്ച് നിലവിളിച്ചു. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിലവിളിക്കുന്ന ശബ്ദം ആ ദൃശ്യങ്ങളിൽ കേൾക്കാം. ഈ ആന കുത്തിയ ശേഷം ഈ കുത്തി കൂടുതൽ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഇവർ കാറ് അവിടെ നിന്നും എടുത്ത് മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ് ഇവർ മറ്റ് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത്. തൊട്ടുപുറകെ ഒരു ബൈക്കിൽ കുരുങ്ങി ഒരാളുണ്ടായിരുന്നു എന്നുകൂടി ഇവർ ഇവരുടെ ശബ്ദത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ആന ആ ബൈക്കിൽ വന്നിരുന്ന ആളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊന്നും എത്തിയില്ല. ഇവർ ആ ആക്രമണത്തിന്റെ ഇടയിൽ തന്നെ കാർ എടുത്ത് അവിടെ നിന്നും വേഗം രക്ഷപ്പെട്ടതിനാൽ മാത്രം കൂടുതൽ പരിക്കുകളില്ലാതെ ഇവർ രക്ഷപ്പെട്ടു. കാറിന് കേടുപാട് സംഭവിച്ചു. കാറിന്റെ പുറകിലെ ഡോറിന്റെ ഭാഗത്ത് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള കേടുപാട് സംഭവിച്ചു. ഡോറിന്റെ ഗ്ലാസ് ഉൾപ്പെടെ പൊട്ടി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം, ഈ മേഖലയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം കുട്ടിയെ 4 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ പുലി കടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടായത്. ഈ അതിരപ്പള്ളി മലക്കപ്പാറ ഭാഗത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായവർ. അവർ താൽക്കാലിക കുടിൽ കെട്ടി താമസിക്കുന്നതിന്റെ പുലി ഈ വീട്ടിലേക്ക് കടന്നു വരികയായിരുന്നു. വീട്ടിലെ കുട്ടിയെ കടിച്ചു. രക്ഷിതാവ്, വീട്ടിലുണ്ടായിരുന്ന കുട്ടിയുടെ പിതാവ് പുലിയെ ഓടിച്ചതിന് ശേഷമാണ് ആ കുട്ടിയെ ജീവൻ രക്ഷിക്കാനായത്. ആ കുട്ടി ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഇത്തരത്തിൽ അതിരപ്പള്ളിയിലേക്ക് പോയിരുന്ന വിനോദസഞ്ചാരികളെ കാട്ടാന ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശരി അനീഷ്, തൃശൂരിൽ വീണ്ടും കാട്ടാന ആക്രമണം. തുമ്പൂർ മുഴിയിൽ കാട്ടാന കാർ ആക്രമിച്ചു. അതിരപ്പള്ളിയിലേക്ക് പോയിരുന്ന മലപ്പുറം സ്വദേശികളുടെ കാറാണ് ആക്രമിച്ചത്.